ശ്രീ സന്ദീപ് വാര്യർ, കടകംപള്ളി സുരേന്ദ്രന് വേണ്ടി മുഖ്യമന്ത്രി SITക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അദ്ദേഹത്തിന് അതിൽ ഉത്തമ ബോധ്യം വേണം, അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള തെളിവുകൾ വേണം. SIT കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടത്തുന്നത്. കോടതിയോട് മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് പാടുള്ളൂ എന്ന് കൃത്യമായി പറഞ്ഞതിന് ശേഷമാണ് അന്വേഷണ സംഘത്തെ തന്നെ കോടതി നേരിട്ട് നിയോഗിക്കുകയും ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ ബോധ്യം എന്താണ്? പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ്? അല്ല മാധു, ഇത്തരം ഈ വിഷയത്തിൽ പത്മകുമാർ അറസ്റ്റിലായി ജയിലിൽ പോയിട്ട് ദിവസം എത്രയായി? പത്മകുമാർ അകത്ത് പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ദൈവതുല്യനായിട്ടുള്ള ഒരാൾക്ക് ഇതിൽ ബന്ധമുണ്ടെന്ന്. ആ ദൈവതുല്യനായിട്ടുള്ള ആൾ ആരാണെന്ന് ഈ പറയുന്ന SIT അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടോ? ആ ദൈവതുല്യനായിട്ടുള്ള ആളിലേക്ക് അന്വേഷണം എത്തിയിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വൻ തോക്കുകളെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ ഇത് കേവലം പത്മകുമാറിലും വാസുവിലും ഒന്നെങ്കിലും അതിന് മുകളിലുള്ള ചില വൻ തോക്കുകൾ ഉണ്ടെന്നുള്ള പരാമർശം നടത്തിയിട്ടുള്ളത്. അതേ കാര്യമാണല്ലോ പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുള്ളത്. ആ വൻ തോക്ക് കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന് ന്യായമായും സംശയിക്കേണ്ടി വരും. കാരണം ഈ പറയുന്ന കാലഘട്ടത്തിൽ ദേവസ്വം മന്ത്രിയുടെ അറിവില്ലാതെ ഇത്തരത്തിലൊരു കൊള്ള നടക്കില്ല എന്ന് ആർക്കാണ് അറിയാത്തത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്താതിരിക്കുന്നത് കാണുമ്പോൾ അത് സ്വാഭാവികമായിട്ടും യുക്തിയാണ്. കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് SIT ചോദ്യം ചെയ്യുന്നില്ല? കാരണം ഈ SIT എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണെങ്കിൽ പോലും ഈ SITയിലെ ഉദ്യോഗസ്ഥരെല്ലാവരും പിണറായി വിജയന്റെ പേറോളിലുള്ളവരാണല്ലോ. പിണറായി സർക്കാരിന്റെ പേറോളിലുള്ളവർ, സ്വാഭാവികമായിട്ടും ഈ സർക്കാരിനെ ഭയക്കുന്നവർ, അവരൊക്കെ തന്നെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുള്ളത്. അതുകൊണ്ടാണ് ആദ്യഘട്ടം മുതൽ UDF ഇക്കാര്യത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം, CBI പോലെ ഒരു ഏജൻസി അന്വേഷിക്കണം എന്നുള്ള നിലപാട്, സുവ്യക്തമായിട്ടുള്ള നിലപാട് കോൺഗ്രസും UDFും ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ അന്വേഷണം സ്റ്റക്കാവുന്നു, മുന്നോട്ട് പോകുന്നില്ല. അതാണല്ലോ ഹൈക്കോടതിയും പറഞ്ഞത്. വൻ തോക്കുകളിലേക്ക് എത്തേണ്ടതുണ്ട്. ആ വൻ തോക്കുകൾ ആരാണ്? വൻ തോക്കുകൾ എന്ന് പറയുമ്പോൾ ഇതിന് മുകളിലുള്ള തോക്ക് അത് കടകംപള്ളി സുരേന്ദ്രനാണ്, പിന്നെ പിണറായി വിജയനാണ്. ഈ രണ്ടുപേരാണല്ലോ ഈ പറയുന്ന ദേവസ്വം പ്രസിഡന്റ് മുകളിലുള്ള രണ്ടുപേർ. അതല്ലാതെ മറ്റാരാണ്? കോടതി അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടല്ലോ. സ്വാഭാവികമായും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് അടക്കം അന്വേഷണം പോകണം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്, അത് അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നതിന് ന്യായമായ പശ്ചാത്തലമുണ്ട്. ഇങ്ങനെയൊന്നുമല്ല പറയുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാതിരിക്കാൻ, തെരഞ്ഞെടുപ്പിന് മുൻപ് ചോദ്യം ചെയ്യാതിരിക്കാൻ മുഖ്യമന്ത്രി SITക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നു. വളരെ ഡയറക്റ്റായ, വളരെ ഷാർപ്പായ ഒരു ആരോപണമാണത്. അങ്ങനെ പറയണമെങ്കിൽ സ്വാഭാവികമായും അതിനൊരു ബോധ്യമുണ്ടാകണമല്ലോ. ആരോപണങ്ങൾക്കോ വിശ്വാസത്തിനോ അപ്പുറത്ത് രണ്ടുപേരുടെ പേരെടുത്താണ് പറയുന്നത്. അല്ല, പ്രതിപക്ഷ നേതാവ് ഏത് രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്, ഏത് രീതിയിലുള്ള ഒരു കാര്യം പറയണമെന്നുള്ളത് മാധ്യമപ്രവർത്തകരല്ലോ തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രതിപക്ഷ നേതാവ് എന്നുള്ള കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു. അത് കേവല യുക്തി മാത്രമാണ്. അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ സംസ്ഥാനത്ത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ ഈ വിഷയത്തിലുള്ള റോൾ. അദ്ദേഹം പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണീഷൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, നേരത്തെ ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വൻ തോക്ക്, അതല്ലെങ്കിൽ പത്മകുമാർ പറയുന്ന ദൈവതുല്യനായിട്ടുള്ളയാൾ, ഇവരൊക്കെ ആരാണെന്ന് അറിയണ്ടേ? അവരെ എന്തുകൊണ്ട് അവരിലേക്ക് എത്തുന്നില്ല SIT എന്ന് ന്യായമായും സംശയിക്കേണ്ടി വരില്ലേ? ആ ജനങ്ങളുടെ സംശയം, അയ്യപ്പ ഭക്തരുടെ സംശയമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുള്ളത്. അപ്പൊ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഉന്നയിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. പ്രതിപക്ഷ നേതാവാണ് ഉന്നയിക്കേണ്ടയാൾ. അദ്ദേഹം രാജ്യത്തെ മുഴുവൻ അയ്യപ്പ വിശ്വാസികളെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഉന്നയിച്ച ആ ന്യൂസ് ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുകയുമില്ല. ഉന്നയിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ആരോപണം, മുഖ്യമന്ത്രി നേരിട്ട് സമ്മർദ്ദം ചെലുത്തുന്നു എന്നൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ എന്താണ് അതിന്റെ ബോധ്യം? എങ്ങനെയാണ് അത്തരത്തിലൊരു വിവരം പ്രതിപക്ഷത്തിന് കിട്ടിയത് എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. ശരി, ഞാൻ അതിലേക്ക് വരാം. മാധ്യമപ്രവർത്തകർക്ക് എന്തൊക്കെ വിവരം എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്? അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണെന്നേ. അദ്ദേഹത്തിന് വിവരം കിട്ടാൻ നിങ്ങളെക്കാൾ കൂടുതൽ സോഴ്സുകളില്ലേ? അല്ല, അതിലൊന്നും എനിക്ക് തർക്കമില്ല. അങ്ങനെ ഒരു വിവരം ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തുമല്ലോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അതിലൊന്നും എനിക്ക് തർക്കമില്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആൾക്ക്, കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടായിരുന്ന ആൾക്ക്, അപ്പോൾ കൃത്യമായ ബോധ്യങ്ങളും കൃത്യമായ വിവരങ്ങളും സോഴ്സുകളും ഉണ്ടാകും. എനിക്കതിലൊന്നും തർക്കമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ പറയുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ചോദിച്ചു എന്നേ ഉള്ളൂ. ചോദിക്കാൻ പാടില്ല എന്നില്ലല്ലോ സന്ദീപ് വാര്യർ. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് എല്ലാ അർഹതയുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവ് സോഴ്സ് വെളിപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ല, അങ്ങനെ വിവരമുണ്ടെങ്കിൽ പറയുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ എന്നേ ചോദിച്ചുള്ളൂ. സോഴ്സ് വെളിപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞോ? എന്താണ് ബോധ്യം, എങ്ങനെയാണ് ആ വിവരം എന്നല്ലേ ചോദിച്ചുള്ളൂ. അതൊരു ചോദ്യമായി കണ്ടാൽ മതി. അതൊരു നിർബന്ധ ബുദ്ധിയോടെയോ അജണ്ടയായിട്ടോ ഒന്നും കാണേണ്ടതില്ല ശ്രീ സന്ദീപ് വാര്യർ. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് വരാം.